ഈ ശബ്ദം കേട്ട് അച്ഛൻ റൂമിൽ വന്ന് നോക്കുമ്പോൾ അവിടെ പീറ്റിനോടൊപ്പം ക്യൂബിനെ കാണുന്നതും അയാൾക്ക് ദേഷ്യം വരുവാണ്. അച്ഛനെ കണ്ട് അവരും ആകെ ഷോക്ക് ആകുന്നുണ്ട്. രണ്ടുപേരും ഡ്രസ്സ് ചെയ്തിട്ട് വായോ, നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് അച്ഛൻ പറയുമ്പോൾ അയാളുടെ ശബ്ദം കേട്ട് ക്രിസ്തും ചായയും എല്ലാം അവിടേക്ക് ഓടി വരുവാണ്. രണ്ടുപേരെയും ഒരുമിച്ച് കാണുന്നതും ചായ ആകെ ഇല്ലാതാകുവാണ്. അച്ഛന് ശരിക്കും ദേഷ്യം വന്നിട്ടുണ്ട്. ബയോളജിക്കലി നമ്മൾ ബ്രദർ ആൻഡ് സിസ്റ്റർ അല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഇപ്പോഴും ചേട്ടനും അനിയത്തിയുമാണെന്ന് പറഞ്ഞ് ക്യൂ പേടിക്കുന്നത് കാണുമ്പോൾ അച്ഛൻ എന്നോട് ദേഷ്യപ്പെടാതെ ഞാൻ നോക്കിക്കോളാം, ഇതിന്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് പീറ്റ് അവളെ ആശ്വസിപ്പിക്കുവാണ്. ഇമോഷൻസിനേക്കാളും ബുദ്ധി കൊണ്ട് വേണം ഈ കാര്യം കൈകാര്യം ചെയ്യാൻ. സാറ് ദേഷ്യപ്പെട്ടാൽ പീറ്റ് വീണ്ടും ഓടിപ്പോവാൻ സാധ്യതയുണ്ടെന്നൊക്കെ അസിസ്റ്റന്റ് അച്ഛനോട് പറയുന്നുണ്ട്. ദേഷ്യം കൊണ്ട് നിൽക്കാൻ കഴിയാനിട്ട് ചായ അവരുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്നതും ക്രിസ് അവളെ തടയുവാണ്. അവൾ അവനോട് മാറി നിൽക്കാൻ പറയുന്നുണ്ടെങ്കിലും അവനത് കേൾക്കാതെ നീ ഇപ്പോൾ അകത്തേക്ക് പോയിട്ടും ഒരു കാര്യവുമില്ല എന്നവൻ പറയുമ്പോഴേക്കും പീറ്റും ക്യൂവും പുറത്തേക്ക് വരുന്നുണ്ട്.